ഹായ് കുഞ്ഞുങ്ങളെ, നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ട് മാത്തമാറ്റിക്കൽ റീസണിങ് എടുക്കുകയാണ്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ, 2-3 മാർക്ക് അതിനകത്ത് ചോദിക്കത്തുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം അത് ഇരട്ടി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ അതായത് മാത്തമാറ്റിക്കൽ റീസണിങ്ങിനകത്ത് ആദ്യം അറിയേണ്ടത് ഇതൊരു കണ്ടീഷനാണ്. ട്രൂ ഓർ ഫോൾസ് കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിക്കാം. ഇത് ഫോക്കസ് ഏരിയ ഉണ്ട്, പക്ഷെ ഫോക്കസ് ഏരിയ നേരിട്ട് തുടങ്ങിയാൽ മനസ്സിലാവത്തില്ല. അപ്പൊ അതിന് ആദ്യമുള്ള കാര്യങ്ങൾ കുറഞ്ഞ് അറിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എ സെന്റൻസ് ഈസ് കോൾഡ് മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആകണേ, നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ആകണമെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എയ്തർ ട്രൂ ഓർ ഫോൾസ് ബട്ട് നോട്ട് ബോത്ത്. അതായത് ഒന്നുകിൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കണം, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കണം. രണ്ടുകൂടെ ആവരുത്. തെറ്റാണോ കൺഫ്യൂഷനാണ്, ശരിയാണോ കൺഫ്യൂഷൻ, അങ്ങനെ വന്നാൽ ആ സ്റ്റേറ്റ്മെന്റ് അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാൻ ഒക്കത്തില്ല. പറയാൻ മനസ്സിലായോ? അപ്പൊ ഒരു സെന്റൻസ്, ഒരു സ്റ്റേറ്റ്മെന്റ് അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആവണമെങ്കിൽ ആ സെന്റൻസ് എന്തായിരിക്കണം? അത് ഒന്നുകിൽ ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കണം. ഫോൾസോ ട്രൂ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആകാൻ ഉണ്ടാകാൻ പാടില്ല. ട്രൂ ആണോ എന്ന് ചോദിച്ചാൽ ട്രൂ ആണ്, ഫോൾസ് ആണോ ഫോൾസ്, അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെയുള്ളത് ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ 2 + 2 ഈസ് 4. ഇത് ശരിയാണ്, ഇറ്റ് ഈസ് ട്രൂ. എക്സാമ്പിൾ ആണ് 2 + 2 ഈസ് 4. രണ്ടും രണ്ടൂടെ കൂട്ടുമ്പോൾ 4 ആണ്. ഇത് കറക്റ്റ് ആണ്. കറക്റ്റ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് എന്താണ്? സ്റ്റേറ്റ്മെന്റ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ആണിത്. ട്രൂ ആയതുകൊണ്ട് ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്, അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം കണ്ടീഷൻ ഈസ് ട്രൂ. ഇനി ദ സം ഓഫ് 2 പോസിറ്റീവ് നമ്പർ ഈസ് പോസിറ്റീവ്. ശരിയാ, 2 പോസിറ്റീവ് നമ്പറിന്റെ സം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അല്ലെ? 2 പോസിറ്റീവ് നമ്പറിന്റെ സം എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? പോസിറ്റീവ് നമ്പർ തന്നെ ആയിരിക്കും. അതും ഇത് ട്രൂ ആണ്. കണ്ടീഷൻ ഈസ് ട്രൂ. അപ്പം ഇതെന്താണ്? അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഓൾ പ്രൈം നമ്പേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ്. ഇത് തെറ്റായത്. എല്ലാ പ്രൈം നമ്പർ ഓഡ് നമ്പർ അല്ല. 2 എന്ന് പറഞ്ഞാലും പ്രൈം നമ്പറാണ്, പക്ഷെ 2 ഈവൻ നമ്പറാണ്. പ്രൈം നമ്പറിൽ ഈവൻ നമ്പർ വരുന്ന ഒറ്റ ഒരു കണ്ടീഷൻ ഉള്ളൂ, 2 മാത്രം. പക്ഷെ എന്ന് വെച്ച് പറയാൻ പറ്റും ഓൾ പ്രൈം നമ്പേഴ്സ് ആർ ഓഡ് നമ്പർ എന്ന് പറയാൻ പറ്റത്തില്ല, 2 ഈവൻ നമ്പറാണ്. അപ്പൊ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. ഫോൾസ് ആണെങ്കിലും ഇത് എന്ത് തന്നെയാണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. ശ്രദ്ധിക്കുക, കണ്ടീഷൻ ഒന്നുകിൽ ട്രൂ ആയിരിക്കണം, നമുക്ക് കണ്ണടച്ച് പറയണം ട്രൂ ആണ്, അല്ലെങ്കിൽ ഫോൾസ്. ഫോൾസ് ആണെങ്കിൽ ഫോൾസ് തന്നെ ആയിരിക്കണം. അങ്ങനെ വരുന്നതെല്ലാം ആ സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, മാത്തമാറ്റിക്കൽ അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. പക്ഷെ അതിന് പകരം ട്രൂ ആണോ ഫോൾസ് ആണോ ഒരു കൺഫ്യൂഷൻ വരും. ഒരു എക്സാമ്പിൾ നോക്കണം, 4ാമത് മാത്തമാറ്റിക്സ് ഈസ് ഫൺ. മാത്തമാറ്റിക്സ് ഒരു തമാശയാണ്, നല്ല രസമാണ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് ഇത് ട്രൂ ആണ്, ചില കുട്ടികൾക്ക് ഫോൾസ് ആണ്. അപ്പൊ ഇത് കറക്റ്റ് ട്രൂ ആണെന്ന് തന്നെ പറയാൻ ഒക്കുന്നില്ല, എന്നാൽ ഫോൾസ് ആണെന്നും പറയാൻ ഒക്കത്തില്ല. അപ്പൊ either ഫോൾസ് ഓർ ട്രൂ എന്നുള്ള കണ്ടീഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരിക്കലും ഇതെന്തല്ല, ഇത് നോട്ട് സ്റ്റേറ്റ്മെന്റ്. ഇത് നോട്ട് സ്റ്റേറ്റ്മെന്റ് അല്ല. കാരണം മാത്തമാറ്റിക്സ് ഈസ് ഫൺ എന്ന് പറയുമ്പോൾ ചിലർക്ക് അത് വളരെ രസമായിരിക്കും, മിടുക്കൽ കുട്ടികൾക്ക്. പക്ഷെ ഉഴപ്പർക്ക് ഒന്നും ബേസ് ഒന്നും ഇല്ലാത്തവർക്ക് മാത്തമാറ്റിക്സ് ഈസ് എ ഫൺ എന്ന് പറയാൻ ഫോൾസ്. അപ്പം ഫോൾസ് എന്ന് മാത്രം പറയാൻ ഒക്കത്തില്ല, മിടുക്കർക്ക് അത് എളുപ്പമാണ്. പക്ഷെ എളുപ്പമെന്ന് പറയാൻ ഒക്കത്തില്ല, ഫണ്ണാണെന്ന് പറയാൻ ഒക്കത്തില്ല, കാരണം പ്രയാസമുള്ളവരും ഉണ്ട്. ഇതൊരു അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് അല്ല. അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്. ഈ സെന്റൻസ് ഒരു അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് അല്ല. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഒന്നുകിൽ ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കണം. ട്രൂ ഓ ഫോൾസ് ആണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ഒരിക്കലും സ്റ്റേറ്റ്മെന്റ് അല്ല. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു എക്സ്ക്ലമേഷൻ, ആശ്ചര്യം, എക്സ്ക്ലമേഷൻ, അതുപോലെ ആജ്ഞാപനം, ഓർഡർ ചെയ്യുക, എക്സ്ക്ലമേഷൻ, ഓർഡർ, ക്വസ്റ്റ്യന്, പിന്നെ ടുമാറോ, ടുഡേ, അതുപോലെ ഹിയർ, ദെയർ, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന ലെറ്റേഴ്സ്, ഈ വേർഡ്സ് വരുന്ന ഒന്നും അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ ഹൗ ബ്യൂട്ടിഫുൾ, എത്ര മനോഹരം, ഒരു ആശ്ചര്യമാണ്, എക്സ്ക്ലമേഷനാണ്. എക്സ്ക്ലമേഷൻ മാർക്ക് വന്നാൽ ഇതൊരിക്കലും സ്റ്റേറ്റ്മെന്റ് അല്ല. അതുപോലെ ഓപ്പൺ ദ ഡോർ, ആജ്ഞാപിക്കുക, ഡോർ തുറക്കൂ, അല്ലെങ്കിൽ ഓപ്പൺ യുവർ ബുക്ക് എന്നൊക്കെ പറയുന്ന ഒരു ആജ്ഞാപിക്കുകയാണ്, ഓർഡറാണ്. അപ്പൊ അതും ഒരു സ്റ്റേറ്റ്മെന്റിനെ ഡിനോട്ട് ചെയ്യത്തില്ല. വേർ ആർ യു ഗോയിങ്, ചോദ്യം, വേർ ആർ യു ഗോയിങ്, നിങ്ങൾ എവിടെ പോകുന്നു, വേർ ആർ യു ഗോയിങ്, അങ്ങനെയൊക്കെ വേർ എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ അത് ഒരിക്കലും അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് അല്ല. പിന്നെ ടുമാറോ ഈസ് ഫ്രൈഡേ, ഇന്ന് വെള്ളിയാണ്, അല്ലെ ടുഡേ ഈസ് ട്യൂസ്ഡേ, നാളെ വെള്ളിയാണ്. സോറി, ടുമാറോ ഈസ് ഫ്രൈഡേ, നാളെ വെള്ളിയാണ്. അതുപോലെ ടുഡേ ഈസ് ട്യൂസ്ഡേ, ഇന്ന് ചൊവ്വയാണ്. അപ്പൊ ഇന്ന്, നാളെ എന്നൊക്കെ വരുന്ന ഒന്നും അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കത്തില്ല. അതൊക്കെ ഓർത്തിരുന്നാൽ മതി. എളുപ്പമുള്ള ചാപ്റ്ററാണ്, വളരെ സിമ്പിൾ ആയ, വളരെ അറ്റൻഡ് ചെയ്താൽ തന്നെ മാർക്ക് തരുന്ന ഒരു ചാപ്റ്റർ ആയത്. അപ്പം എക്സ്ക്ലമേഷന്, ഓർഡർ, ക്വസ്റ്റ്യൻ, വാട്ട്, വേർ എന്നൊക്കെ വരുന്നത്. ടുമാറോ ഈസ് ഫ്രൈഡേ, നാളെ വെള്ളിയാണ്. ടുഡേ ഈസ് ട്യൂസ്ഡേ, എസ്റ്റർ, അങ്ങനെ വരുന്ന ഒന്നും
എന്താണ് അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് അല്ല. ഒരു ചോദ്യം, ഹൗ ഫാർ ചെന്നൈ ഫ്രം ഹിയർ, ഇവിടുന്ന് എത്ര ദൂരത്തിലാണ് ചെന്നൈ? കണ്ടോ, ഹിയർ എന്ന് അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഹിയർ ദയർ അങ്ങനെ തുടങ്ങുന്നതൊന്നും ഹിയർ ദയർ എന്ന് ആ സെന്റൻസിനകത്ത് ഉണ്ടെങ്കിൽ അതൊന്നും അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എടുക്കാനൊക്കത്തില്ല. അപ്പൊ ശ്രദ്ധിച്ചോരിക്കുക, എക്സ്ക്ലമേഷൻ, ഓർഡർ, ക്വസ്റ്റ്യൻ അങ്ങനെ വരുന്ന ഒന്നും സ്റ്റേറ്റ്മെന്റ് അല്ല. അതുപോലെ ടുമാറോ, ടുഡേ, ഹിയർ ദയർ അങ്ങനെയുള്ള വേർഡ്സിനകത്ത് ഉണ്ടെങ്കിൽ, അത് ആ സെന്റൻസിനകത്ത് ഉണ്ടെങ്കിൽ അതൊന്നും അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. അടുത്തത് നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. അത് ഫോക്കസ് ഏരിയയിലുള്ളതാണ്. നെഗേഷൻ, നെഗറ്റീവ്, ഓപ്പോസിറ്റ് പറയാം. നമ്മൾ തന്നിരിക്കുന്ന കണ്ടീഷന്റെ പോസിറ്റീവ് ആണെങ്കിൽ അതിനെ നെഗറ്റീവ് ആക്കുക, നെഗറ്റീവ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കുക. അതായത് നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ദ ഡിനയൽ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഈസ് കോൾഡ് നെഗേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്. എതിര് പറയാം, നേരെ. ഇപ്പൊ സ്ത്രീ എന്നുള്ളത് പുരുഷൻ, പുരുഷൻ എന്നുള്ളത് സ്ത്രീ, എതിർ ലിംഗം പറയുന്നത്. അതുപോലെ ദ ഡിനയൽ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഈസ് കോൾഡ് നെഗേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്. നെഗറ്റീവ് പറയാം, ഓപ്പോസിറ്റ്. ഫോർ എക്സാമ്പിൾ, പി നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്, പി എന്നിട്ട് ഡോട്ട് ഡോട്ട് കൊടുക്കുക, സൈൻ പി. ന്യൂഡൽഹി ഈസ് എ സിറ്റി. അതിന്റെ നെഗേഷൻ എഴുതാൻ പറഞ്ഞാൽ നെഗേഷൻ സിമ്പിൾ കാണിക്കാൻ മക്കളെ ഇങ്ങനെ ഇടാം, നെഗേഷൻ പി. നോട്ട് പി എന്നുള്ള കണ്ടീഷനാണ്, നെഗേഷൻ പി. ന്യൂഡൽഹി ഈസ് നോട്ട് എ സിറ്റി. നോട്ട് നേരെ ന്യൂഡൽഹി സിറ്റി ആണെന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ എതിര് പറയുന്നത് ന്യൂഡൽഹി ഈസ് നോട്ട് എ സിറ്റി അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഓർ നെഗേഷൻ ബി ഇങ്ങനെയും പറയാം, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് അങ്ങനെയും പറയാം. എല്ലാത്തിനും അങ്ങനെ പറയാം. നോട്ട് ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ന്യൂഡൽഹി ഈസ് എ സിറ്റി. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി, ഇതാണ് എളുപ്പം. കാരണം ന്യൂഡൽഹി ഈസ് എ സിറ്റി, ഇപ്പൊ ന്യൂഡൽഹി ഈസ് നോട്ട് എ സിറ്റി. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ന്യൂഡൽഹി ഈസ് എ സിറ്റി. അല്ലെങ്കിൽ ഒരെണ്ണം കൂടെ ഉണ്ട്, നെഗേഷൻ ബി. അല്ലെങ്കിൽ ഓർ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്, ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ന്യൂഡൽഹി ഈസ് എ സിറ്റി. അങ്ങനെ തുടങ്ങിയാലും തുടങ്ങുന്നതിന് ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന് തുടങ്ങിയാൽ മതി. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ന്യൂഡൽഹി ഈസ് എ സിറ്റി. അപ്പൊ 3 കണ്ടീഷൻ ഉണ്ട്. ഒന്നുകിൽ ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഒന്നുകിൽ നോട്ട് അങ്ങ് ചേർത്ത് എഴുതുക, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന് എഴുതിയതിനു ശേഷം അത് തന്നെ എഴുതുക, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന് എഴുതിയിട്ട് ന്യൂഡൽഹി ഈസ് എ സിറ്റി. വേറെ നോക്കി, പി റൂട്ട് 7 ഈസ് റാഷണൽ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നെഗേഷൻ ബി എന്ന് പറയുമ്പോൾ ഒരുപാട് രീതി എഴുതാം. റൂട്ട് 7 ഈസ് നോട്ട് റാഷണൽ, റൂട്ട് 7 ഈസ് നോട്ട് റാഷണൽ എന്ന് എഴുതാം. അല്ലെങ്കിൽ നെഗേഷൻ ബി എന്ന് പറയുമ്പോൾ റൂട്ട് 7 ഈസ് റാഷണൽ, അല്ലെങ്കിൽ അത് ഈസ് ഇറാഷണൽ എന്ന് എഴുതിയാലും ശരിയാണ്. റാഷണൽ അല്ലെങ്കിൽ അതെന്തായിരിക്കും, ഇറാഷണൽ നമ്പർ, ഇറാഷണൽ എന്ന് എഴുതാം. അല്ലെങ്കിൽ നെഗേഷൻ ബി, ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്, ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് റൂട്ട് 7 ഈസ് റാഷണൽ, ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് റൂട്ട് 7 ഈസ് റാഷണൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് റൂട്ട് 7 ഈസ് റാഷണൽ. ഒരുപാട് രീതി എഴുതാം. പക്ഷെ ഇതല്ല, റൂട്ട് 7 ഈസ് റാഷണൽ. നെഗേഷൻ ബി റൂട്ട് 7 ഈസ് നോട്ട് റാഷണൽ എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നെഗേഷൻ റൂട്ട് 7 ഈസ് റാഷണൽ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് റൂട്ട് 7 ഈസ് റാഷണൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് റൂട്ട് 7 ഈസ് റാഷണൽ. ഏറ്റവും എളുപ്പം ഏതാണോ അത്. എല്ലാം കൂടെ എഴുതണ്ട, ഒന്നുകിൽ ഇത് മാത്രം എഴുതുക, അല്ലെങ്കിൽ ഇത് മാത്രം എഴുതുക, അല്ലെങ്കിൽ ഇത് മാത്രം എഴുതുക. ഓക്കെ, അടുത്ത നെഗേഷൻ നോക്കി, പി ഓസ്ട്രേലിയ ഈസ് എ കോണ്ടിനെന്റ്. അപ്പൊ നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ ഈസ് നോട്ട് എ കോണ്ടിനെന്റ്. ഓസ്ട്രേലിയ ഈസ് നോട്ട് എ കോണ്ടിനെന്റ് എന്ന് എഴുതിയാൽ മതി. അതല്ലെങ്കിൽ ഓർ എല്ലാം കൂടെ എഴുതണ്ട, ഞാനൊന്നും നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഏതെങ്കിലും ഉപയോഗിക്കാം. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്, ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ഓസ്ട്രേലിയ ഈസ് എ കോണ്ടിനെന്റ്, ഓസ്ട്രേലിയ ഈസ് എ കോണ്ടിനെന്റ്. അല്ലെങ്കിൽ എഴുതാം നെഗേഷൻ ബി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ്, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ഓസ്ട്രേലിയ ഈസ് എ കോണ്ടിനെന്റ്. കണ്ടോ, 3 കൂടെ എഴുതണ്ട, ഏതെങ്കിലും ഓർമ്മ എഴുതിയാൽ മതി. ഒന്നിൽ ഓസ്ട്രേലിയ ഈസ് എ കോണ്ടിനെന്റ്, അപ്പൊ നെഗേഷൻ ബി ഓസ്ട്രേലിയ ഈസ് നോട്ട് എ കോണ്ടിനെന്റ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ഓസ്ട്രേലിയ ഈസ് എ കോണ്ടിനെന്റ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ഓസ്ട്രേലിയ ഈസ് എ കോണ്ടിനെന്റ്. കാരണം പി ദ സം ഓഫ് 3 and 4 ഈസ് 9. ഇപ്പൊ നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ദ സം ഓഫ് 3 and 4 ഈസ് നോട്ട് 9, 9 അല്ല. അല്ലെങ്കിൽ ഓർ ഇത് എഴുതിയാൽ ഇത്രയും മാത്രം എഴുതിയാൽ മതി. നെഗേഷൻ ബി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്, ഇത് തെറ്റാണ്. കണ്ടു, ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് സം ഓഫ് 3 and 4 ഈസ് നോട്ട് 9. It is false that sum of 3 and 4 is 9. Sum of 3 and 4 is 9. ഇതാണ് എടുക്കേണ്ടത്. ഇതിനകത്താണ് എല്ലാം എഴുതേണ്ടത് കേട്ടോ.
അപ്പൊ പി നെഗേഷൻ ബി എന്ന് പറയുമ്പോൾ ദ സം ഓഫ് 3 and 4 is not 9 എന്ന് എഴുതാം. അല്ലെങ്കിൽ ദസ് എന്താണ് നെഗേഷൻ ബി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് സം ഓഫ് 3 and 4 is 9, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് സം ഓഫ് 3 and 4 is 9. അടുത്തത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. എന്താണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്? അതായത് പല സ്റ്റേറ്റ്മെന്റും ചേർക്കുന്ന നമ്മൾ ആൻഡ് ഓർ ഒക്കെ ചേർത്തായിരിക്കും. ഇംഗ്ലീഷ് ഗ്രാമറിൽ പഠിച്ചിട്ടില്ലേ ആൻഡ് ഓർ? അപ്പൊ നോക്കിയേ, മെനി മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഒബ്റ്റൈൻഡ് ബൈ കമ്പൈനിങ് വൺ ഓർ മോർ സ്റ്റേറ്റ്മെന്റ്. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ചേർന്നാണ് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നത്. അതിനെ വിളിക്കുന്ന പേരാ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ചേർത്ത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും, അതാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. യൂസിങ് സം കണക്ടിങ് വേർഡ്സ് ആണ് ആൻഡ് ഓർ. നമ്മളെല്ലാം വേർഡ്സ് തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ഒന്നുകിൽ ആൻഡ് വെച്ച് അല്ലേ, മാത്സ് ആൻഡ് ഫിസിക്സ്, കെമിസ്ട്രി ഓർ ബയോളജി, അങ്ങനെ ആൻഡ് ഓർ വെച്ചാണ് നമ്മൾ വേർഡ്സ് എല്ലാം കണക്ട് ചെയ്യുന്നത്. അപ്പം ഈ അതിനെ വിളിക്കുന്ന ഈച്ച് സ്റ്റേറ്റ്മെന്റ് കണക്ട് ചെയ്യുന്നത് എന്തൊക്കെ വെച്ചാൽ ആൻഡും ഓറും, അത് കണക്ടിങ് വേർഡ് എന്നാണ് പറയുന്നത്. അത് പക്ഷെ ആ ഈച്ച് സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേര് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. അതായത് ചെറിയ ചെറിയ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ചേർത്ത് വെച്ചാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത്. ചെറിയ ചെറിയ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഓറോ ആൻഡോ ചേർത്ത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നു. അതിനെ വിളിക്കുന്ന പേരാ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ചെറിയ 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 സ്റ്റേറ്റ്മെന്റ്സ് ഓറോ ആൻഡോ ചേർത്ത് കണക്ട് ചെയ്ത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ നോക്കി, ഫൈൻഡ് ദി കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുക, നിങ്ങൾ പറയാം അതിന്റെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറയുവാണെങ്കിൽ, അപ്പൊ ഓർത്തോണം ചെറിയ ചെറിയ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ചേർത്ത് വെച്ചാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു, പിന്നെ ചെറിയ ചെറിയ ഏതൊക്കെയാണ് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ആൻഡ് ആണ്, ഇതാണ് കണക്ടിങ് വേർഡ് ആൻഡ് ആണ്. കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ എളുപ്പമാണ്. കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ അങ്ങനെ എഴുതാം. പി ആദ്യത്തെ ദ സ്കൈ ഈസ് ബ്ലൂ, ദ സ്കൈ ഈസ് ബ്ലൂ. ക്യൂ കോമ ക്യൂ എന്ന് പറയുമ്പോൾ ഗ്രാസ്, ദി ഗ്രാസ് ഈസ്, ദ ഗ്രാസ് ഈസ് ഗ്രീൻ. രണ്ടായിട്ട് എഴുതി. ആൻഡ് ഈ കണക്ടിംഗ് വേർഡ് അങ്ങ് മാറ്റി രണ്ടായിട്ട് ദ സ്കൈ ഈസ് ബ്ലൂ, അതാണ് പി എന്ന് പറയുന്നത്. ദ ഗ്രാസ് ഈസ് ഗ്രീൻ. ചില സ്കൂളൊക്കെ ഇതിനെ അങ്ങ് പി എന്ന് വിളിക്കും, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിനെ പി എന്ന് വിളിച്ചിട്ട് ഇത് ക്യൂ എന്നും ആർ എന്നും എടുക്കാവുന്നു. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ എഴുതിയാണ് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ പി ദ സ്കൈ ഈസ് ബ്ലൂ ഫുൾ സ്റ്റോപ്പ്, ക്യൂ ദ ഗ്രാസ് ഈസ് ഗ്രീൻ. അവിടെ ദി ഗ്രാസ് തുടങ്ങുന്നത് ആൻഡ് ആൻഡ്, പിന്നെ ഇവിടെ ഗ്രാസ് ദി എഴുതാൻ. അപ്പൊ രണ്ടായിട്ട് വരുമ്പോൾ ദ സ്കൈ ഈസ് ബ്ലൂ, ക്യൂ ദ ഗ്രാസ് ഈസ് ഗ്രീൻ. വേറെ നോക്കി രണ്ടാമത്തെ, ഇതാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നിച്ച് ആൻഡ് ആണ് കണ്ടീഷൻ. കണ്ടോ, ആൻഡ് കണ്ടീഷൻ വന്നിരിക്കുകയാണ്. അപ്പം അത് എന്താണ്? പി കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെയിനിങ്, ക്യൂ ഇറ്റ് ഈസ് കോൾഡ്. കണ്ടോ, ഇറ്റ് ഈസ് റെയിനിങ്, ക്യൂ ഇറ്റ് ഈസ് കോൾഡ്. രണ്ടായിട്ട് എഴുതി. ഇറ്റ് ഈസ് റെയിനിങ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ്. അപ്പൊ രണ്ടായിട്ട് ഇറ്റ് ഈസ് റെയിനിങ്, ക്യൂ ഇറ്റ് ഈസ് കോൾഡ്. വേണം 0 ഈസ് എ പോസിറ്റീവ് നമ്പർ ഓർ എ നെഗറ്റീവ് നമ്പർ. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുക. അപ്പൊ അതിന്റെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാം. കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ പി 0 ഈസ് എ പോസിറ്റീവ് നമ്പർ, ക്യൂ 0 ഈസ് എ നെഗറ്റീവ് നമ്പർ. രണ്ടായിട്ട് എഴുതി. 0 ഈസ് എ പോസിറ്റീവ് നമ്പർ, ക്യൂ 0 ഈസ് എ നെഗറ്റീവ് നമ്പർ. ആൻഡ് കണ്ടീഷൻ കണക്ടിംഗ് വേർഡ് ഓർ കണ്ടീഷൻ അങ്ങ് മാറ്റി പി 0 ഈസ് എ പോസിറ്റീവ് നമ്പർ, ക്യൂ 0 ഈസ് എ നെഗറ്റീവ് നമ്പർ. നാലാമത്തെ 24 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2, 4 and 8. എല്ലാ ആൻഡ് കണ്ടീഷൻ. അപ്പം കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് പി 24 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2, ക്യൂ 24 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഒരെണ്ണം വരും. 24 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8. മൂന്നെണ്ണോ? 24 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2, അത് ഒരു കണ്ടീഷൻ പി. ക്യൂ 24 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. 24 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8. അപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫൈൻഡ് ദി കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ തൊട്ട് മുമ്പ് ഇതുപോലെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് ചെക്ക് വെദർ ദേ ആർ
ട്രൂ ഓർ നോട്ട്. എഴുതുന്ന ഈ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് രണ്ടും ശരിയാണോ തെറ്റാണോ എന്ന് കൂടി കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ, എ സ്ക്വയർ ഈസ് എ ക്വാഡ്രിലാറ്ററൽ ആൻഡ് ഇറ്റ്സ് 4 sides ആർ ഈക്വൽ. ഇതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്, വലിയൊരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുക. അപ്പൊ അതിന്റെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ്? കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ പി. എ സ്ക്വയർ ഈസ് എ ക്വാഡ്രിലാറ്ററൽ. സ്ക്വയർ ഈസ് എ ക്വാഡ്രിലാറ്ററൽ. ക്യൂ. എ സ്ക്വയർ ഹാസ്. എ സ്ക്വയർ ഹാസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾ ഇറ്റ്സ് സൈഡ്സ് ഈക്വൽ. ഓൾ ഇറ്റ്സ് സൈഡ്സ് ഈക്വൽ. രണ്ടായിട്ട് എഴുതുമ്പോൾ നോക്കാം. പി. എ സ്ക്വയർ ഈസ് എ ക്വാഡ്രിലാറ്ററൽ. ഒരു സ്ക്വയറിന് 4 വശങ്ങളുണ്ട്, ശരിയാണ്. ആൻഡ് വന്നിരിക്കുന്നത് മാറ്റി. ഇനി ഇറ്റ് ഈസ് എന്ന് പറയാൻ തുടങ്ങരുത്. എ സ്ക്വയർ ഹാസ് ഓൾ 4 sides ആർ ഈക്വൽ. ഓൾ 4 sides ആർ ഈക്വൽ എന്ന് എഴുതിയാലും മതി. ഓൾ 4 sides ആർ ഈക്വൽ. ഓക്കെ ഉണ്ടോ? അപ്പൊ ശരിയാണ്, പി ശരിയല്ലേ? എ സ്ക്വയർ ഈസ് എ ക്വാഡ്രിലാറ്ററൽ. സ്ക്വയറിന്റെ 4 വശമുള്ള എല്ലാത്തിനെയും ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞത്. അപ്പൊ പി ഈസ് ട്രൂ. പി ഈസ് ട്രൂ, കോമ ക്യൂ. എ സ്ക്വയർ ഹാസ് ഓൾ 4 sides ഈക്വൽ. ശരിയാ, സ്ക്വയറിന്റെ എല്ലാ വശവും തുല്യമാണ്. ക്യൂ ഈസ് ഓൾസോ ട്രൂ. പിയും ക്യൂവും സ്റ്റേറ്റ്മെന്റ്, കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഈക്വൽ ആണ്. പിയും ക്യൂ. പി ഈസ് ട്രൂ ആൻഡ് ക്യൂ ഈസ് ഓൾസോ ട്രൂ. അങ്ങനെ കൂടെ എഴുതണം. ഇത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്, വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. അതിനെ 2 കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് അത് രണ്ടും പിയും ട്രൂ ആണ്, ക്യൂവും ട്രൂ ആണ്. ഇനി ഓൾ പ്രൈം നമ്പേഴ്സ് ആർ എയ്തർ ഈവൻ ഓർ ഓഡ് എന്ന. അപ്പം അതിന്റെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എഴുതാം. കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ, കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് പി. ഓൾ പ്രൈം നമ്പേഴ്സ് ആർ ഈവൻ. ഓൾ പ്രൈം നമ്പേഴ്സ് ആർ even number. Q. All prime numbers are odd numbers. Odd. അങ്ങനെ പറയാൻ പറ്റുമോ? എല്ലാ പ്രൈം നമ്പർ ഈവൻ നമ്പർ ആണോ? അല്ല. 2, 3, 5, 7, 11 അങ്ങനെയൊക്കെ വരുന്ന ബാക്കിയെല്ലാം 2 കഴിഞ്ഞ് ബാക്കി എല്ലാം ഓഡ് നമ്പർ. അപ്പം ഓൾ പ്രൈം നമ്പേഴ്സ് ആർ ഈവൻ എന്ന് പറഞ്ഞാൽ പി ഈസ് ഫോൾസ്, നോട്ട് ട്രൂ എന്ന് എഴുതാം, അല്ലെ പി ഈസ് ഫോൾസ്. ക്യൂ. ഓൾ പ്രൈം നമ്പേഴ്സ് ആർ ഓഡ് ആണോ? അല്ല. എല്ലാ പ്രൈം നമ്പറും ഓടല്ല. അതിനകത്ത് ഒരെണ്ണം ഈവൻ ഉണ്ട്. 2 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പറാണ്. 2ഉം പ്രൈം നമ്പറാണ്. അപ്പൊ ക്യൂ ഈസ് ഫോൾസ്. കണ്ടോ? പി ഈസ് ഫോൾസ്, ക്യൂ ഈസ്. ഇത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. അതിന് 2 കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതാൻ പറയുകയാണെങ്കിൽ ഇവിടെ വരെ എഴുതുക. പക്ഷെ അത് ചെക്ക് ചെയ്യണം. എഴുതിയേക്കുന്ന കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ഇതും ട്രൂ ഫോൾസ് ആണ്, ഇതും ഫോൾസ് ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും പരീക്ഷയിൽ.